അഡോബി ഫോട്ടോഷോപ്പ് ടൂൾസിലെ നെക്സ്റ്റ് ടോപ്പിക് ഗ്രേഡിയൻറ്റ് ടൂൾ. ഈ സെറ്റിൽ വരുന്ന നെക്സ്റ്റ് ടൂളാണ് ഗ്രേഡിയൻറ്റ് ടൂൾ. ഗ്രേഡിയൻറ്റ് ടൂളിനെ സൂചിപ്പിക്കുന്ന ജി ആണ് ഈ ടൂളിൻ്റെ ഷോർട്ട് കീ. ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് ഒരു കളറിൽ നിന്നും മറ്റൊരു കളറിലേക്ക് വരുന്ന ഒരു ട്രാൻസിഷനാണ് ഗ്രേഡിയൻറ്റ്. നമ്മൾ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരൊറ്റ കളറെ ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ ഗ്രേഡിയൻറ്റ് ഉപയോഗിക്കുന്നത് ഒന്നോ അതിലധികമോ കളേഴ്സ് വേരി ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഗ്രേഡിയൻറ്റ് ടൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ ഗ്രേഡിയൻറ്റ് ടാബ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിലിപ്പോൾ കിടക്കുന്നത് ഫോർഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും തമ്മിലുള്ള ഒരു ഗ്രേഡിയേഷനാണ്. അതായത് ഫോർഗ്രൗണ്ട് ആയിട്ടുള്ള റെഡും ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള വൈറ്റും. നമുക്കിത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രേഡിയൻറ്റ് ടൂൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇമേജിൽ വന്നിട്ട് വേണ്ട പോർഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യണം. അപ്പോൾ നമ്മൾ വരച്ച വരയ്ക്കനുസരിച്ച് ആ ഗ്രേഡിയൻറ്റ് അവിടെ വരും. നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത്, അതായത് എവിടെയാണോ നമ്മുടെ വരയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ളത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കംപ്ലീറ്റ് സ്റ്റാർട്ടിംഗ് കളറും അതേപോലെ എവിടെയാണോ എൻ പോയിന്റ് വരുന്നത് ആ എൻ പോയിന്റിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൊത്തം നമ്മുടെ എൻഡിങ് കളറുമായിട്ടായിരിക്കും വരിക. ഇതിനിടയിൽ മാത്രമേ ഗ്രേഡിയേഷൻ സംഭവിക്കുകയുള്ളൂ. ഇൻ കേസ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് വരയ്ക്കേണ്ടതെങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ ഞെക്കി പിടിച്ചിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരിക, സാധാരണ എല്ലാ ടൂൾസിലും ഉള്ള പോലെ. ഈ വരുന്ന ഗ്രേഡിയൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ എൻ പോയിന്റ് ആയിട്ടുള്ള ഇവിടെ ഓപ്പോസിറ്റേക്ക് മൊത്തം വൈറ്റും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓപ്പോസിറ്റ് മൊത്തം റെഡുമാണ് വന്നിരിക്കുന്നത്. അതേസമയം നമ്മൾ ഈ ഇമേജിൻ്റെ ഫുൾ ലെങ്ത്തിലാണ് ഗ്രേഡിയൻറ്റ് ടൂൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾ ലെങ്ത്തിൽ തന്നെ നമ്മളെടുത്ത ഗ്രേഡിയൻറ്റ് പേസ്റ്റ് ചെയ്യും. അതേസമയം നമ്മൾ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ലൈനാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഗ്രേഡിയൻറ്റ് അത്ര ചെറുതായിരിക്കും. ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിന് മുന്നിലേക്ക് മൊത്തം റെഡും എൻഡിങ് പോയിന്റിന് ശേഷം വൈറ്റുമാണ് വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഡിഫറൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗ്രേഡിയൻറ്റ് ടൂളിന് 5 ഡിഫറെൻറ്റ് മോഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേത് ലീനിയർ മോഡാണ്, അതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തത്. നെക്സ്റ്റ് റേഡിയൽ, അതായത് സർക്കുലർ ആയിട്ടുള്ള ഒരു ഗ്രേഡിയൻറ്റ് ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മോഡ് യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം വരുന്നത് ആംഗിൾ ഗ്രേഡിയൻ്റ് ആണ്. നമ്മൾ ഇത് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ വരുന്നത് ഒരു ആംഗിളിലായിരിക്കും ഗ്രേഡിയൻറ്റ് വരിക. ഇവിടുന്ന് 360 ഡിഗ്രി ആംഗിളിൽ കറങ്ങി വരണ പോലെ. നമ്മൾ നെക്സ്റ്റ് മോഡ് എടുക്കുമ്പോൾ സ്റ്റാർട്ടിംഗ് കളർ മിഡിലിൽ വന്നിട്ട് അതിൻ്റെ 2 സൈഡിലേക്കും എൻഡിങ് കളർ ഗ്രേഡിയേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുക. ഇവിടെ റെഡ് ആയിരുന്നു സ്റ്റാർട്ടിംഗ് കളർ, അതിൻ്റെ 2 സൈഡിലേക്കും വൈറ്റ് വന്നേക്കുകയാണ്. റിഫ്ലക്റ്റിംഗ് ഗ്രേഡിയൻ്റ് എന്നാണ് ഈ ഒരു മോഡിന് പറയുക. നമ്മുടെ നെക്സ്റ്റ് മോഡ് എന്ന് പറയുന്നത് ഡയമണ്ട് ഗ്രേഡിയൻ്റ് ആണ്. അതായത് ഒരു ഡയമണ്ടിൻ്റെ ഷേപ്പിൽ ഗ്രേഡിയൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മോഡ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് മുകളിൽ ഈ ഗ്രേഡിയൻറ്റിന് ബോക്സ് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഫോർഗ്രൗണ്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നതിനനുസരിച്ച് ഈ ഒരു ഗ്രേഡിയൻറ്റിന് അതിൻ്റേതായ വ്യത്യാസങ്ങൾ വരും. ഇപ്പോൾ ഞാൻ ഫോർഗ്രൗണ്ട് ബ്ലൂവും ബാക്ക്ഗ്രൗണ്ട് ഗ്രീനും കൊടുത്തേക്കാണ്. അപ്പോൾ ആ ഗ്രേഡിയൻ്റാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഈ ഗ്രേഡിയൻറ്റ് ഇത് ഡീഫോൾട്ടായിട്ടുള്ളതാണ്, ഇത് മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിൻ്റെ സൈഡിലുള്ള ആരോ കീയിൽ ഞെക്കി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ കാണുന്ന ഫോൾഡേഴ്സിൽ കുറേ ഡീഫോൾട്ടായിട്ടുള്ള ഗ്രേഡിയൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇതുകൂടാതെ നമുക്ക് സ്വന്തമായിട്ടൊരു ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതിനുവേണ്ടി നമ്മൾ ഈ ഗ്രേഡിയൻറ്റ് കാണുന്നതിന് മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ തുറന്നു വരും. പഴയ വെർഷനിൽ നിന്ന് UIക്ക് ചെറിയ വ്യത്യാസം ഇതിനും വന്നിട്ടുണ്ട്, പക്ഷേ ബേസിക് പ്രോപ്പർട്ടീസ് സെയിം ആണ്. ഒരു ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് 3 കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആദ്യം ഈ താഴത്ത് കാണുന്ന പിക്കേഴ്സ്, ഇത് കളർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ആ പിക്കറിൻ്റെ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കളർ കാണിക്കും. ആ കളറിൽ നമുക്ക് എടുത്തിട്ട് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓപ്പോസിറ്റ് സൈഡിലും നമുക്ക് അത് തന്നെ ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും, അതിൽ നിന്ന് കളർ പിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു യെല്ലോ ടു ഓറഞ്ച് ഗ്രേഡിയൻ്റ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ മുകളിലത്തെ പിക്കർ യൂസ് ചെയ്യുന്നത് ഈ ഗ്രേഡിയൻറ്റിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഏത് കീയിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഒപ്പാസിറ്റി കുറയ്ക്കുന്നത് അല്ലെങ്കിൽ ഒപ്പാസിറ്റിയിൽ വ്യത്യാസം വരുത്തുന്നത്, ആ പോർഷനിലുള്ള ഗ്രേഡിയൻറ്റിന് ഒപ്പാസിറ്റിക്ക് വ്യത്യാസം വരും. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഒപ്പാസിറ്റി 0 ആക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ യെല്ലോ വരേണ്ട സ്ഥലത്ത് ട്രാൻസ്പെറൻ്റ് ആണ്, അതിൽ നിന്ന് ഗ്രാജുവലി ഓറഞ്ചിലേക്ക് കളർ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതേസമയം കളർ യെല്ലോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ മിഡിൽ പോർഷനിൽ എത്തുമ്പോൾ യെല്ലോയിൽ നിന്ന് ഓറഞ്ചിലേക്കുള്ള ഗ്രേഡിയേഷൻ തന്നെയായിരിക്കും അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക.
ഇത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ 0 കൊടുത്ത ഒപ്പാസിറ്റി കുറച്ചുകൂടെ കൂട്ടി ഒരു 50ൽ കൊടുത്തിട്ട് ഇനി നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ആ പോർഷനിൽ യെല്ലോ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയുള്ളൊരു എഫക്റ്റൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിൽ ഇവിടെ ഒപ്പാസിറ്റി കുറച്ചും കൂട്ടിയും ഒക്കെ കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള ആ ഒരു ലുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു ഗ്രേഡിയൻറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊരു കോർണറിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഏതൊരു സൈഡിൽ നിന്നും കുറച്ചും കൂട്ടിയും ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഏത് കോർണറിൽ നിന്ന് ഏത് കോർണർ വരെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും ഈ ഗ്രേഡിയൻറ്റ് ഇവിടെ ഫോം ചെയ്യുക. ഗ്രേഡിയൻറ്റ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട മൂന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾ ആണ് മിഡ് പോയിന്റ്. അതായത് രണ്ട് കീ പോയിന്റ്സ് തമ്മിൽ എടുക്കുമ്പോൾ അതിൻ്റെ മിഡിൽ പോർഷൻ എവിടെയാണ് വരേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ ഒരു മിഡ് പോയിന്റ് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ യെല്ലോയും ഓറഞ്ചും തമ്മിലുള്ള മിഡ് പോയിന്റ് ആയിട്ടുള്ള ഈ വാല്യൂ നമ്മൾ യെല്ലോയുടെ സൈഡിലേക്ക് നീക്കുമ്പോൾ യെല്ലോ കുറച്ചും ഓറഞ്ച് കൂടുതലായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തിരിച്ചത് ഓറഞ്ചിൻ്റെ സൈഡിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കുറവും യെല്ലോ കൂടുതലുമായിട്ടായിരിക്കും വരിക. അപ്പോൾ നമ്മളിത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ മിഡ് പോയിന്റ് വരുന്നത് മാറി മാറി വരും. സെയിം തന്നെയാണ് ഒപ്പാസിറ്റിയുടെ കാര്യത്തിലും. നമ്മൾ ഒപ്പാസിറ്റി കുറച്ച് കൊടുക്കുന്നത് ഏത് സൈഡിലോട്ട് മിഡ് പോയിന്റ് നീക്കുന്നോ അതിനനുസരിച്ച് കൂടിയും കുറഞ്ഞും വരും. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഗ്രേഡിയൻറ്റിൽ മൂന്നാമതൊരു കളർ കൂടെ ആഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ മൗസ് കൊണ്ടുവന്നിട്ട് ഈ ഗ്രേഡിയൻറ്റിൻ്റെ അടിയിൽ ഈ ഭാഗത്തായിട്ട് വയ്ക്കുമ്പോൾ ഈ പോയിന്റർ ചേഞ്ച് ചെയ്തിട്ട് ഒരു ഹാൻഡ് ഐക്കൺ ആകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു കീ അവിടെ വരും. ഈ ഒരു കീയിൽ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ മൂന്നാമത്തെ കളർ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇത് ഏതൊരു ഡയറക്ഷന് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്ത് പ്ലേസ് ചെയ്യിക്കാം. മാത്രമല്ല പുതിയതായിട്ട് വന്ന കീ പോയിന്റിൻ്റെയും അതിൻ്റെ അടുത്ത് കിടക്കുന്ന കീസിൻ്റെ മിഡ് വാല്യൂവും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഒപ്പാസിറ്റിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ താഴത്ത് ചെയ്ത പോലെ തന്നെ നമുക്ക് മുകളിലും ചെയ്യാം. അപ്പോൾ ആ പോയിന്റിൽ ഒരു പുതിയ ഒപ്പാസിറ്റി കീ ആഡ് ആവുകയും അതിന് നമുക്ക് വാല്യൂ സെറ്റ് ചെയ്യാനും സാധിക്കും. കൂടാതെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫോൾഡേഴ്സിൽ നിന്ന് നമുക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ഗ്രേഡിയൻ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ചേഞ്ചസ് വരുത്താനും സാധിക്കും. നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ കീ പോയിന്റ്സ് ആഡ് ആയിക്കൊണ്ടേയിരിക്കും. എത്ര കീ പോയിന്റ്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്യാം. അതേപോലെ ആഡ് ചെയ്ത കീ പോയിന്റ്സ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് താഴത്തേക്ക് ഡ്രാഗ് ചെയ്ത് ഈ ലൈനിൽ നിന്ന് മാറ്റിയാൽ മതി. കളറിൻ്റെ പോലെ തന്നെ നമുക്ക് എത്ര വേണമെങ്കിലും ഒപ്പാസിറ്റിയും ആഡ് ചെയ്യാനും റിമൂവ് ചെയ്യാനും സാധിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ടൈപ്പ് ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.